బ్యాక్ టు న్యూస్. కోజికోడ్లో భారీ బహిరంగ సభలో ప్రధాని మోడీ మాట్లాడుతున్నారు. లైవ్ ద్వారా చూద్దాం. दुनिया को उनसे कोई अपेक्षा नहीं है, लेकिन मैं आज यहां से पाकिस्तान की आवाम से बात करना चाहता हूं. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന ആളുകളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവരെ കുറിച്ച് ലോകത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം പാകിസ്ഥാനിലെ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. मैं पाकिस्तान की आवाम को याद दिलाना चाहता हूं कि 1947 के पहले आपके पूर्वज भी इसी संयुक्त हिंदुस्तान की धरती को प्रणाम करते थे, इसी को अपनी मिट्टी मानते थे. और उस हिसाब से आपके उन पूर्वजों की याद दिलाते हुए मैं आज आपसे कुछ बातें कहना चाहता हूं. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാനിലെ ജനതയോട് 1947 മുൻപ് നിങ്ങളുടെ പൂർവികർ അന്ന് ഒരുമിച്ച് നിന്നിരുന്ന വിഭജനത്തിന് മുൻപുള്ള ഈ നാടിനെ പ്രണമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ ജീവിച്ചിരുന്നത്. ആ ജനതയോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि पीओके तो आपके पास है, आप उसको भी संभाल नहीं पाते. कभी पश्चिम बंगाल, पूर्वी पाकिस्तान जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए. आप सिंध को संभाल नहीं पा रहे हो, आप गिलगिट को नहीं संभाल पा रहे हो, आप पख्तूनिस को नहीं संभाल नहीं पा रहे हो, आप बलूचिस्तान को नहीं संभाल पा रहे हो. ये तो आपके पास है, आपका शासन है, आप इसको भी नहीं संभाल पाए हो. और आपको कश्मीर की बातें करके ये आपको गुमराह कर रहे हैं. आप पाकिस्तान की आवाम अपने नेताओं को जरा पूछे कि जो घर में है उनको तो ढंग से संभाल करके दिखाओ. പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പാക് അധീന കാശ്മീർ, ആ പാക് അധീന കാശ്മീർ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബംഗ്ലാദേശ് നിങ്ങളുടെ കൈവശമായിരുന്നില്ലേ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? സിന്ധ് നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല?